നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാനിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ട സർക്കാർ. സത്യത്തിൽ ഞെട്ടലോടുകൂടിയല്ല നമുക്ക് ആ റിപ്പോർട്ട് വായിക്കാൻ കഴിയുകയില്ല. ജപ്പാന്റെ പസഫിക് തീരത്തെ നക്കായിൻ ട്രിഫിലുണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്ക് വഴിതെളിച്ചേക്കും. നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും 3 ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഈ നൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റെക്ടർ സ്കെയിലിൽ 8 മുതൽ 9 വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് 80% സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറ് പസഫിക് തീരത്ത് 90 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ നൻകായി ട്രഫ് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻ സമുദ്രഫലത്തിന്റെയും യുറേഷ്യൻ ഫലത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത്. 100 മുതൽ 150 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത്. തീവ്രത 9 അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് ഈ മെഗാ ക്വാക്ക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് വിളിക്കുന്നത്. ഇത്തരമൊരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $1.81 ട്രില്യൺ നഷ്ടമുണ്ടായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തീവ്രത 9 രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം 10 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 10% വരും ഇത്. തണുപ്പുകാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നത് എങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെയും ഇത് ബാധിക്കും. 2,98,000 പേർക്കെങ്കിലും ജീവൻ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2024 തെക്കൻ ജപ്പാനിലായ 7.1 തീവ്രതയുണ്ടായിരുന്ന ഭൂചലനത്തിൽ 14 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മ്യാൻമാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനത്തിൽ നിന്നും അതിലുണ്ടായ ദുരന്ത തീവ്രതയിൽ നിന്നും ഇതുവരെയും ലോകം കരകയറുന്നതിന് മുൻപാണ് ഇപ്പോൾ ജപ്പാനിലുള്ള ഇത്തരം ഭൂചലനത്തിന്റെ വാർത്ത കൂടി പുറത്തുവരുന്നത്. അക്ഷരാർത്ഥത്തിൽ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് സത്യത്തിൽ ജപ്പാനിൽ നിന്നും പുറത്തുവരുന്നത്. അതായത് ജപ്പാനിലാണെങ്കിൽ പോലും നാളെ ഇത് മറ്റേത് രാജ്യത്തും, ഇന്ത്യ അടക്കമുള്ള ഏത് രാജ്യത്തിനും സംഭവിക്കാം എന്നുള്ള ഒരു നീക്കം കൂടിയാണുള്ളത്. ഇന്ത്യയുടെയൊക്കെ തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ കൂടി നമുക്ക് ഇതിനെ ഭയത്തോടു കൂടി അല്ലാതെ കാണാൻ കഴിയുകയില്ല. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തുണ്ടായാൽ പിന്നെ ഇത് നമ്മുടെ രാജ്യത്തിലേക്കും ഒക്കെ തന്നെ ബാധിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എന്തായാലും സംഹാരശേഷി, അതിതീവ്ര സംഹാരശേഷിയുള്ള ഈ ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $1.81 ട്രില്യൺ നഷ്ടമുണ്ടായേക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം രാത്രി തണുത്ത കാലാവസ്ഥയിൽ രാത്രി ഉണ്ടാകുമ്പോൾ സുനാമി ഉണ്ടാകുന്നു, അമ്പലചുംബികളായ ഈ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, അതിൽ നാശനഷ്ടം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വളരെ ഭയാനകപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ജപ്പാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനുമേൽ ഇപ്പോൾ ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നല്ല, ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരമൊരു ട്രട്ട് നമ്മുടെ രാജ്യത്തിന് മുന്നിൽ, രാജ്യത്തിന്റെ അതായത് ജപ്പാൻ എന്ന രാജ്യത്തിന്റെ തലയ്ക്ക് മുകളിലെ ഒരു വാള് പോലെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം മ്യാൻമാറുമായി ബന്ധപ്പെട്ട വാർത്ത വരികയാണെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മ്യാൻമാർ നേരിട്ട വൻ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം സർവനാശം വിതച്ച നഗരങ്ങളുടെ ദുരിതത്തിന് മുൻപും ശേഷവുമുള്ള ആകാശ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്ലാന്റ് ലാബ് ആൻഡ് മാർക്സ് ടെക്നോളജീസ് പകർത്തിയ ദൃശ്യങ്ങളിൽ സെൻട്രൽ മ്യാൻമാർ നേരിട്ട വ്യാപക നാശം വ്യക്തമാക്കുകയാണ്. തകർന്ന പാലവും കെട്ടിടങ്ങളും വിമാനത്താവള കൺട്രോൾ ടവറുകളും ഒക്കെ ചിത്രത്തിൽ വ്യക്തമായി തന്നെ കാണാം. മ്യാൻമാർ തലസ്ഥാനമായ നേപ്യൂഡോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ കൺട്രോൾ ടവറാണ് നിലംപതിച്ച നിലയിൽ ചിത്രങ്ങളിൽ ഉള്ളത്. ഭൂചലനത്തിന് മുൻപുള്ള കൺട്രോൾ ടവറിന്റെ ചിത്രവും ഇതിനൊപ്പം തന്നെ പുറത്ത് വന്നിട്ടുമുണ്ട്. ഭൂചലനം കനത്ത നാശം വിതച്ച മ്യാൻമാറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ മാൻഡയിലെ തിങ്ങി നിറഞ്ഞ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും തകർന്ന നിലംപതിച്ച നിലയിൽ കാണാൻ സാധിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം ഭൂചലനത്തിന് 2ാം ദിവസം തകർന്ന് തരിപ്പണമായ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ജീവനുകൾ രക്ഷിക്കാനുള്ള ശ്രമം രക്ഷാപ്രവർത്തകർ കഴിഞ്ഞ ദിവസം തന്നെ തുടർന്നിരുന്നു. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണം 2056 ഉയർന്നു. 3900 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നു.
കഴിയുകയാണ്. 270 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. റെയിൽവേ, വിമാന സർവീസുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്ന് സഹായം എത്തിയെങ്കിലും ഇത് എല്ലാ മേഖലയിലേക്കും എത്തിക്കാനും സാധിച്ചിട്ടില്ല. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി മ്യാൻമാറിലെത്തിയ ഇന്ത്യൻ സംഘം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ്. ആവശ്യ സാധനങ്ങളുമായി 4 കപ്പലുകൾ ഇന്ത്യ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട്. ദുരന്തമുണ്ടായ മേഖലയിൽ താൽക്കാലിക ആശുപത്രി ഒരുക്കാനുള്ള നടപടികൾ കരസേന തുടങ്ങി. താൽക്കാലിക ആശുപത്രി പ്രവർത്തന സജ്ജമായി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ആവശ്യ സാധനങ്ങളുമായി കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും മ്യാൻമാറിലേക്ക് അയക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 11 നിലയിലുള്ള 4 കെട്ടിടങ്ങൾ തകർന്നു വീണ സ്കൈ വില്ല മേഖലയിലും സഹായം എത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. മ്യാൻമാർ ഭൂകമ്പം അതീവ അടിയന്തരാവസ്ഥ എന്ന ലോകാരോഗ്യ സംഘടന അറിയിച്ചു. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനും പകർച്ചവ്യാധി തുടരാനും അല്ലെങ്കിൽ അത് തടയാനുമുള്ള $8 മില്യൺ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. മിനിറ്റുകൾക്ക് ശേഷം 6.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ചെറിയ ഭൂചലനങ്ങളുടെ നിര തന്നെയും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വളരെയധികം വേദനാജനകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ. അതായത് മനുഷ്യൻ എത്ര തന്നെ പിടിച്ചു നിന്നാലും ഈ ഭൂമിയുടെ പ്രകൃതിയുടെ ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അത്തരത്തിൽ മനുഷ്യന് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത്തരം ഭീഷണിയുടെ ദിവസങ്ങളായിരിക്കുമെന്ന് ഭയപ്പാടാക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ജപ്പാനിലെ സംഹാര താണ്ഡവം ഉണ്ടായാൽ ജപ്പാനെ സംബന്ധിച്ച് വളരെ അധികം നിർണായകമായ ദിവസങ്ങളായിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ പേരിൽ തന്നെ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ വേണ്ട സംരക്ഷണം, അതായത് ഈ 9.9 തീവ്രത രേഖപ്പെടുന്ന ഭൂചലനം ഉണ്ടാകുന്ന പ്രഭവ കേന്ദ്രമൊക്കെ തന്നെ ഏകദേശം എവിടെ ആയിരിക്കുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഒരു കുറച്ച് ചുറ്റളവിലൊക്കെ തന്നെ തൽക്കാലത്തേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തന്നെ തീരുമാനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പാർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കൂടി നമ്മൾ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ശ്രദ്ധ ചെലുത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് വേണ്ട ഇടപെടൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ടോങ്കോയിലും സമാനമായ രീതിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായെന്നും സുനാമി മുന്നറിയിപ്പുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഈ പസഫിക് ദ്വീപ് രാഷ്ട്രമായ ടോങ്കയിൽ വൻ ഭൂചലനമുണ്ടായി. റെക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ദ്വീപ് രാഷ്ട്രമായ നിയുവിലും അതുപോലെ തന്നെ ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 0.3 മുതൽ 1 മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം മുതൽ 300 കിലോമീറ്റർ ദൂരത്തിൽ സുനാമി തിരമാലകൾ അടിക്കാമെന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 1 ലക്ഷത്തോളം ടോങ്കോയുടെ ജനസംഖ്യ ഉണ്ട്. ഇവിടെ ഭൂചലനം സാധാരണമായി തന്നെ തുടരും. 171 ദ്വീപുകൾ ചേർന്നതാണ് ഈ ടോങ്ക എന്ന് പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഭൂചലനം ഉണ്ടാവുകയാണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ.